ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം ഈ യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള സീരീസ്, അതായത് പരമ്പര നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് പാപം എന്ന അവസ്ഥയെക്കുറിച്ചാണ്. അധർമ്മം പാപമാണെന്ന് ചിന്തിച്ചു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്, അതായത് ഈ പാപം എന്ന് പറയുമ്പോൾ അത് മാരകമായ ചില പാപങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം നാം ചെറിയൊരു ഔട്ട്ലൈൻ ചിന്തിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ട്, അതായത് പിശാചിൻ്റെ വീഴ്ചയോടുകൂടി മനുഷ്യനും വീണതോടുകൂടി പാപത്തിന് അടിമകളായി തീർന്നു. അത് എപ്രകാരമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നതായ കാര്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ തക്കണം പോകുന്നത്. 7 തരത്തിലുള്ളതായ മാരകമായ പാപങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഗലാത്യ ലേഖനത്തിൽ നാം കഴിഞ്ഞ ദിവസം വായിച്ചു, 5-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടെ നാം ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്. 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയാണ്. ഇവയിൽ 7 കാര്യങ്ങളെ, അതായത് മാരകമായ പാപമെന്നാണ് മറ്റ് പല വേദഭാഗങ്ങളിൽ ചിത്രീകരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് ചിന്തിപ്പാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അസൂയ അല്ലെങ്കിൽ എൻവി എന്ന് പറയുന്നതായ ഒരു ദുഷ്ടത മനുഷ്യനുണ്ട്. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്, ഏദൻ സ്വർഗത്തിൽ തുടങ്ങിയതാണ്. ദൈവത്തോട് അസൂയാലുക്കളായി, അല്ലെങ്കിൽ കർത്താവായ യേശുവിനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈവം യേശുവുമായി കൺസൾട്ട് ചെയ്തു, തന്നോട് കൺസൾട്ട് ചെയ്തതിനുള്ളൊരു അസൂയ, അല്ലെങ്കിൽ അതാണ് ഇത് ഈ ദുഷ്ടതയിലേക്ക് വഴിതെളിച്ചു എന്ന് മറ്റ് ചില പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നതായ രോഗം മനുഷ്യന് പലപ്പോഴും ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ, അവൻ്റെ ഉയർച്ചയിൽ കണ്ണുകടി ഉണ്ടാകുക. ഇപ്പോൾ ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയുകയാണെങ്കിൽ, ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ ഓർത്തു പോകുന്നത്. ജോസഫ് യാക്കോബിൻ്റെ 11ാമത്തെ മകനായിരുന്നു. ആ ജോസഫിനെ പ്രസവിച്ചതുകൂടി, അല്ലെങ്കിൽ ജോസഫിൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ജോസഫിൻ്റെ അമ്മ യാക്കോബിന് വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ജോസഫിനൊരു പ്രത്യേക അനുഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ നമുക്കറിയാമല്ലോ, മക്കളെ വളർത്തുമ്പോൾ ചില മക്കൾക്ക് കൂടുതൽ താല്പര്യം കൊടുക്കുകയും സ്നേഹം കൊടുക്കുകയും അവരോട് ഇത് കാണിക്കുകയും മറ്റു മക്കൾക്ക് അസൂയുണ്ടാകും എന്ന് പറഞ്ഞ പോലെ ജോസഫിനോട് ഈ തൻ്റെ മറ്റ് സഹോദരങ്ങൾക്ക് വളരെ അസൂയുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിനെ മുതൽ കൂട്ടുവാൻ തക്കവണ്ണം ജോസഫ് ചില സ്വപ്നങ്ങളൊക്കെയും കണ്ടു. ആ സ്വപ്നങ്ങളൊക്കെയും അതിൻ്റെ വിവരണം കൊടുത്തപ്പോഴൊക്കെയും ജോസഫിനെ അവരുടെ തലയായിട്ട്, അല്ലെങ്കിൽ ജോസഫിനെ പ്രധാന വ്യക്തിയായിട്ട്, മുഖ്യനായിട്ടൊക്കെയും വയ്ക്കുന്ന രീതിയിൽ. ഇനി അങ്ങനെ ഇരുന്നായ അനുഭവത്തിലാണല്ലോ ജോസഫിന് തൻ്റെ ജന്മദിനത്തിലാണെന്തോ അപ്പന് അവനൊരു നല്ല കളർഫുൾ, അതായത് വളരെ വിചിത്രമായ, അല്ലെങ്കിൽ നല്ലൊരു കോട്ട് തയ്പ്പിച്ച് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയും കണ്ട് ഈ സഹോദരങ്ങൾക്ക് വളരെയധികം അസൂയ ഉണ്ടായി. അതിൻ്റെ തിക്താനുഭവം നാം കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെയും ഈ അസൂയയെ പിന്നീട് നന്മയ്ക്കാക്കി തീർത്തുവെന്ന് ജോസഫ് പറയുന്നുണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടകരമായൊരു കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ആടുകളെ മേയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ യാക്കോബിൻ്റെ പുത്രന്മാർ ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. അവരങ്ങനെ പോയി ഒരു അന്യദേശത്ത് പോയി. അപ്പോൾ പിതാവ് അവരെ അന്വേഷിക്കുവാൻ വേണ്ടി അവർക്ക് ആഹാരവുമായിട്ട് ഈ ജോസഫിനെ പറഞ്ഞയക്കുന്നു. അപ്പോൾ ഈ അസൂയ മൂത്തതായി സഹോദരങ്ങൾ ജോസഫിനെ ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേ പറഞ്ഞു, ആണ്ട സ്വപ്നക്കാരൻ വരുന്നു, അവനെ നമുക്ക് ശരിയാക്കണം. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞു. അവസാനം ജോസഫിനെ വന്നപ്പോഴത്തേക്ക് അപ്പൻ കൊടുത്തുവിട്ട ആഹാരത്തെ എല്ലാം അവർ കൈവശമാക്കിയതിന് ശേഷം അവനെ പിടിച്ച് എന്ത് ചെയ്തു? പൊട്ടക്കിണറ്റിൽ ഇട്ടു. അസൂയ മൂത്തതാണ്. അതിന് പിന്നീടുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത്, ആ ജോസഫ് അവിടെ കൊണ്ട് തീർന്നില്ല. അവന് അവിടെ നിന്ന് കയറ്റി അവർ വിറ്റു. മിദ്യാനിന് വിൽക്കുകയും മിദ്യാനിൽ അവന് മിസ്രൈം ദേശത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ മിസ്രൈമിൽ വളരെയധികം കഷ്ടപ്പെട്ടു ജോസഫ്. അതിനുശേഷമുള്ള അനുഭവങ്ങളൊക്കെ ഇന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കാനൊക്കെ കൊണ്ട് സാധിക്കും. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഈ ജോസഫിനെ ദൈവം എന്ത് ചെയ്തു? മിസ്രൈമിനെ, അതായത് ഈജിപ്ത് ദേശത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി തീർത്തു. അതൊക്കെയും
വേദപുസ്തകത്തിലുണ്ട്. അത് വായിക്കുകയാണെങ്കിൽ വളരെ രസകരമായ കാര്യമാണ്. പക്ഷേ ഈ അനുഭവം ജോസഫ് എപ്രകാരം അംഗീകരിക്കുന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ കൊണ്ട് സാധിക്കും. അതായത് നിങ്ങൾ ഈ ചെയ്തത് ദോഷത്തെ നിങ്ങൾ കരുതിയെങ്കിലും അത് നന്മയ്ക്കാക്കി ദൈവം തീർത്തു എന്ന് ഉള്ളൊരു മനോഭാവം ജോസഫിൻ്റെ മറുപടിയിൽ നിന്നും നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഏത് വാക്യമൊന്നും പ്രത്യേകിച്ച് ഓർക്കുന്നില്ല. ഇത് അവസാനത്തെ അധ്യായത്തിൽ 20ാമത്തെ വാക്യം പറയുന്നത്, ജോസഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ. പിന്നെ താഴോട്ട് പറയുന്ന വാക്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ എൻ്റെ നേരെ എന്തു ചെയ്തു? ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിൻ്റെ ജീവരക്ഷ വരുത്തേണ്ടതിന് അത് ഗുണമാക്കി തീർത്തു. ഈ അസൂയയുടെ അനന്തരഫലം എന്തായിരുന്നു? അത് ദൈവം അസൂയ കൊടുത്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ അവരുടെ അസൂയയെ ദൈവം എന്ത് ചെയ്തു? അവർക്ക് തന്നെ ഭാവിക്ക് വേണ്ടി ഒരു സുരക്ഷിതത്വം ഒരുക്കുവാൻ കൊണ്ടിടയാക്കി തീർത്തു. അപ്പോൾ അതുകൊണ്ട് ഈ അസൂയ എന്ന് പറയുന്നത് ജോസഫിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അതൊരിക്കലും നമുക്ക് ആവശ്യമില്ല, അത് നല്ലതല്ല എന്ന് എനിക്ക് പറയുവാൻ കൊണ്ട് സാധിക്കും. ഇനി അത് അടുത്ത സ്വഭാവം എന്ന് പറയുന്നത് അതൃപ്തിയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതൃപ്തി ഉണ്ടാകാറുണ്ട്, തൃപ്തിയില്ലായ്മ, കിട്ടിയത് പോരാ. ഇപ്പം പ്രത്യേകിച്ച് മനുഷ്യരുടെ ഇടയിൽ ധാരാളം ഇന്ന് പണം സ്വരൂപിക്കുകയും അതിനനുസരിച്ച് തിന്നു പുളച്ച് ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് നാം ഇന്ന് കാണുന്നത്. അത് ബൈബിൾ തന്നെ പറയുന്നുണ്ട്, മനുഷ്യനിങ്ങനെ ആഡംബരപരമായി നോഹയുടെയും ലൂത്തിൻ്റെയും കാലം പോലെ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. പക്ഷേ ഈ തൃപ്തിയുള്ളവരായിരിക്കുക എന്നുള്ളത് ദൈവവചനത്തിലെ ഒരു അനുശാസനമാണ്. അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യന് വളരെയധികം നിലമുണ്ടായി, ആ നിലത്ത് വിത്ത് വിതച്ചു. ആ വിത്ത് വിതച്ചപ്പോൾ എന്താണ്? ഒരു ബമ്പർ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിലുള്ള വാക്ക് എനിക്ക് കിട്ടുന്നില്ല. വളരെ നല്ല വിളവുണ്ടായി. ആ വളരെ നല്ല വിളവുണ്ടായപ്പോഴത്തേക്ക് താൻ എന്ത് ചെയ്തു? തൻ്റെ കളപ്പുര കുറേ കൂടെ വലുതാക്കി അതിനകത്ത് ഈ ധാന്യങ്ങളൊക്കെ നിറച്ചിട്ട് ഞാൻ ഇനിയും എൻ്റെ ആയുഷ്കാലം ജീവിക്കും, അതായത് വളരെ നാളത്തേക്ക് ജീവിക്കും എന്നുള്ള ചിന്താഗതി. പക്ഷേ ആ വ്യക്തിയോട് ഇത് നമ്മൾ വായിക്കുന്നത് ബൈബിളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10ാമത്തെ അധ്യായത്തിലാണ്. നിങ്ങൾ വായിക്കുക 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ ഒരു വ്യക്തി പറയുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നത്, ദൈവം പറയുകയാണ്, മൂഢ, നിൻ്റെ ജീവിതം ഇന്ന് രാത്രി എടുക്കപ്പെട്ടാൽ നീ സമ്പാദിച്ചു വെച്ചത് ആർക്ക് വേണ്ടിയാകും? അതുകൊണ്ട് നാം പലപ്പോഴും ഇങ്ങനെ സ്വത്തുകൾ സ്വരൂപിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കള്ളന്മാരും മോഷ്ടാക്കളും ഉള്ളതായ സ്ഥലത്ത് സ്വത്ത് സ്വരൂപിക്കാതെ സ്വർഗത്തിൽ നിക്ഷേപിക്കുക, അവിടെ കള്ളന്മാരെടുക്കുകയോ തുരുമ്പരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അനുഭവം, അതായത് സംതൃപ്തിയോടുകൂടി ജീവിക്കുക, കിട്ടുന്നത് അലംഭാവത്തോടുകൂടി ജീവിക്കുക, അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടാകണം. അപ്പോൾ എന്മയെക്കുറിച്ച് പഠിച്ചു, അത് അതൃപ്തിയെക്കുറിച്ച് പഠിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് അഹങ്കാരം. ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യന് വളരെ അഹങ്കാരികളാണ്. അത് പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ കാലന്ത്യത്തിൽ ജീവിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് അഹങ്കാരികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. അതായത് വളരെയധികമായിട്ട് ഇനി എനിക്ക് ധാരാളമുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവരെ മാനിക്കാതെ ജീവിക്കുന്ന അനുഭവം. അപ്പോൾ അത് എന്താണ്? അത് ദോഷത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതും വേദപുസ്തകത്തിൽ കഥകളുണ്ട്. നമുക്കറിയാം, പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14ാമത്തെ അധ്യായത്തിൽ 28ാമത്തെ വാക്യം പറയുന്നത് എന്താണെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:28. അവിടെ ഇപ്രകാരം ഞാൻ വായിക്കുന്നു. അത് പത്രോസിൻ്റെ ജീവിത അനുഭവത്തെക്കുറിച്ചാണ്. പത്രോസിന് എന്താ സംഭവിച്ചത്? പത്രോസിന് കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിന്മേൽ നടന്നു വരുന്നത് പത്രോസ് കണ്ടു. പുരുഷാരത്തെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയി. പടവ് വിട്ട് കരവിട്ട് ഇത് 14ാമത്തെ അധ്യായത്തിൽ രാത്രിയിൽ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അവന് ഭൂതമുണ്ടെന്ന് നിലവിളിച്ചു. പിന്നെ അതിനുശേഷം പറയുന്നത്, ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുകയും ഞാനാകുന്നു, പേടിക്കണമെന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നും ഇറങ്ങി വെള്ളത്തിൽ നടക്കുവാൻ അടുക്കൽ ചെല്ലുവാൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൽ നടന്നു. എന്നാൽ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുമ്പോൾ കർത്താവെ എന്നെ രക്ഷിക്കണം, മുങ്ങിത്തുടങ്ങുവാൻ തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണം എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്?
അതായത് തനിക്ക് ഈ അഹങ്കാരം വന്നു. അതായത് ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നു. അപ്പോൾ അതിന് അഹങ്കാരം നില പിന്നെ എന്താ പറയേണ്ടത്? അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? താൻ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. അപ്പോൾ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് എന്നെ വിടുവിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അഹങ്കരിക്കരുത്, അഹങ്കരിക്കുന്ന നന്നല്ല. അടുത്ത പാവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സ്വാർത്ഥത എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പറയുന്നത് അത് ലോകത്തെമ്പാടും കാണുന്ന ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരും സ്വാർത്ഥരാണ്. എനിക്ക് എൻ്റേത്. ഈ പാപമെന്ന ഇംഗ്ലീഷുള്ള വാക്കിൻ്റെ നടുക്കത്തെ അക്ഷരം എന്നറിയാമോ? ഞാൻ. അപ്പോൾ ഈ ഞാനെന്ന ഭാവം പ്രത്യേകിച്ച് എനിക്കിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാപത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പിശാചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ചത് ഞാൻ കയറും, ഞാൻ മേഘോന്നതങ്ങൾ കയറും, ഞാൻ സ്വർഗത്തോളം ഉയർക്കും, ഞാൻ എന്നുള്ള ഭാവമാണ്. അപ്പോൾ ഈ ഞാൻ എന്നുള്ളതായ ഭാവമാണ് പലപ്പോഴും പാപത്തിന് വഴിതെളിക്കുന്നത്. അതായത് സ്വാർത്ഥത. മനുഷ്യൻ സ്വാർത്ഥത വിട്ട് എന്തു ചെയ്യണം? ഓടിപ്പോരണം. അത് പാപത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് അതായത് നമുക്കറിയാം മോഹം എന്ന് പറയുന്നൊരു കൽപ്പന ഉണ്ട്, മോഹിക്കരുത്. അപ്പോൾ ആ ഒരു കൽപ്പനയുടെ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്നതാണ് ഈ ഒരു ഇത്. അതായത് പാപം എന്താണ്? ഞാൻ, എനിക്ക്, എൻ്റേത്. അപ്പോൾ അങ്ങനെയുള്ള പദപ്രയോഗങ്ങളുണ്ടല്ലോ, അത് നമ്മളെ ദോഷത്തിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനൊക്കെ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകളെ ഓർക്കണം. മോഹിക്കരുത്. മോഹം നല്ലതല്ല. മോഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മെ കൂടുതലായിട്ട് സ്വാർത്ഥത ഉള്ളവരാക്കി തീർക്കുന്നു. ആ സ്വാർത്ഥത നമ്മെ എന്ത് ചെയ്യുന്നു? നമ്മെ വഴിതെറ്റിക്കുന്നു. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, നല്ല ശമരിയക്കാരൻ്റെ കഥ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല ശമരിയക്കാരനെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു? അതായത് നല്ല ശമരിയക്കാരൻ്റെ കഥയിൽ നമ്മൾ വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് 10:30-37 ഭാഗത്ത് അവിടെ പറയുന്നത് നല്ല ശമരിയക്കാരൻ എങ്ങനെയാണ് അവനെ നല്ലവനാക്കി തീർത്തത്? മറ്റൊന്നുമല്ല, ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ മുറിവേറ്റ് വീണ് കിടക്കുകയാണ്. ആ മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം അതിലെ പോയ ലേവ്യനോ അല്ലെ അതിലെ പോയ പുരോഹിതനോ ഒരു ചെറുവിരലിൻ്റെ സഹായം പോലും ചെയ്തില്ല. പക്ഷേ ഈ സമരിയക്കാരൻ ദൂരത്ത് കൊണ്ട് ഓടി വന്നു. അയാൾക്ക് വേണ്ട മുറിവുകളെല്ലാം വെച്ച് കെട്ടി അയാളെ തൻ്റെ കഴുതപ്പുറത്ത് വെച്ച് ഒരു ആലയത്തിൽ കൊണ്ടുപോയി അവിടെ ശുശ്രൂഷിക്കുകയും അവരോട് തൻ്റെ കാര്യങ്ങളൊക്കെയും നോക്കണമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ മനുഷ്യനാണ് നല്ലത് ചെയ്തത്. എന്തുകൊണ്ടാണ്? അത് തന്നിലുള്ളതായ നന്മ, അതായത് സ്വാർത്ഥതയില്ലായ്മ, മറ്റുള്ളവരുടേതായ നിസ്വാർത്ഥ സേവനം. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവജനം ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ സ്വാർത്ഥത കൊണ്ട് അവനെ കണ്ടില്ല, എൻ്റെ കാര്യം നോക്കണം, ഞാൻ മുഖ്യൻ, ഞാനാണ് വലുത്, സ്വാർത്ഥപരമായ ചിന്തയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ കണിശമായിട്ടും ആ സ്വാർത്ഥത നിന്നെ എന്നേക്കുമായിട്ട് ഭൂമിയിൽ വളമായിട്ട് മാറ്റും. അല്ലാതെ സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും ഇങ്ങനെയുള്ള ഈ പറയപ്പെട്ട ഓരോ പാപങ്ങളിൽ നിന്നും ഒഴി നിൽക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഇന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, മോഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മോഹം എന്ന് പറയുന്നത് പാപത്തിന് ഇടയാക്കി തീർക്കുന്നു. അതായത് ദൈവത്തിൻ്റെ 10ാമത്തെ കൽപ്പനയാണത്. അന്യൻ്റെ വസ്തുക്കളെ മോഹിക്കരുത്. നിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയും നിൻ്റെ കൂട്ടുകാരനുള്ള ഒന്നും മോഹിക്കരുത്, കാളയോ കഴുതയോ. അപ്പോൾ ഇത് നമ്മെ അതായത് സ്വാർത്ഥത പോലെ തന്നെയുള്ളൊരു ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം. അതായത് ഉള്ളത് മതി. ബി കണ്ടൻറ്റ് വിത്ത് വാട്ട് യു ഹാവ്. അതായത് ഉള്ളത് കൊണ്ട് നല്ല ഇതായിട്ട് ജീവിക്കുക. ഇപ്പം പ്രത്യേകിച്ച് പറയുമ്പോൾ എനിക്ക് അധികം ശമ്പളമില്ല, എനിക്ക് വരുമാനം അധികം ഇല്ല, പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് വയ്ക്കുകയാണെങ്കിൽ കണിശമായിട്ട് ദൈവം അതിനെ ഇരട്ടിയാക്കി തരും, അതിനെ വർദ്ധിപ്പിച്ച് തരും, അത് 100 മടങ്ങാക്കി തരും. പ്രത്യേകിച്ച് പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ എന്തു ചെയ്യണം? ചെയ്യാനുള്ളത് നാം ചെയ്യുക, മോഹിക്കരുത്. അതുപോലെ ദശാംശം കൊടുക്കുന്ന കാര്യത്തിലായാലും കൊള്ളാം, പള്ളിക്കുള്ള അല്ലെങ്കിൽ സഭയിൽ കൊടുക്കുന്ന കാര്യങ്ങളായും കൊള്ളാം, നാം അതിനെ ഒരിക്കലും ഒളിച്ചു വയ്ക്കരുത്. പ്രത്യേകിച്ച് മലാക്കി പറയുന്നത് എന്താണ്? നാം വിശ്വസ്തയോടെ ദശാംശം കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കണിശമായിട്ടും ദൈവം എന്ത് ചെയ്തും അത് 100 മടങ്ങാക്കും. 10-1 നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്. അത് ദൈവത്തിന് വേണ്ടി നാം കൊടുക്കുകയാണെങ്കിൽ അതിനിരട്ടിയായിട്ട്, അതായത് സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വേണം ദൈവം തരാമെന്നുള്ള വാഗ്ദത്തമുണ്ട്. അതനുസരിക്കുക. പക്ഷേ എനിക്ക് 100 രൂപയേ ഉള്ളൂ, അതിനെങ്ങനെ ഞാൻ 10 കൊടുക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കണിശമായിട്ടും
അത് ദൈവം ഇല്ലാതാക്കും. പല വേദഭാഗങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നമുക്കധികം സമയമില്ല. പക്ഷേ മോഹം എന്ന് പറയുന്നതായ പാപം അത് നമ്മെ ദോഷത്തിലേക്ക് നടത്തും എന്ന് ചിന്തിക്കാം. നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും വരുതെങ്കിലും ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞിരിക്കാം. മോഹിക്കരുത് എന്നും ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുമായിരുന്നില്ല. അതായത് ഇതിൻ്റെ കൽപ്പന പറയുന്നത് മോഹിക്കരുത്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോധം വരുത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. നീ മോഹിക്കരുത്, അത് ദോഷമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും നാം മോഹിക്കാതിരിക്കണം. അതിനു വേണ്ടിയുള്ള വഴികൾ, അതായത് അതിനോട് ഒരു ഉദാഹരണമാണ് ബി കണ്ടൻറ്റ് വിത്ത് വാട്ട് യു ഹാവ്. എനിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് നന്മയ്ക്കായി തീർക്കും. പിന്നെ അതിനെക്കുറിച്ചുള്ള അനേക കാര്യങ്ങളുണ്ട്. ഇനി അടുത്തത് വെറുപ്പ്, മറ്റുള്ളൊരു വെറുപ്പ്. നമ്മൾ ചില ഒരു പ്രകൃതമുണ്ട് മനുഷ്യനെ. ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു വെറുപ്പിൻ്റെ ദോഷം വരും. അതൊരിക്കലും പാടില്ല. നാം എല്ലാവരെയും സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ആ സ്നേഹം നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ കണിശമായിട്ടും നമ്മിലെ വെറുപ്പിൻ്റെ മനോഭാവം ഉണ്ടാകുകയില്ല. യാക്കോബ് 1:14-15 നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ പുസ്തകം 1:14-15 വാക്യങ്ങൾ ഇവിടെ ഞാൻ പ്രകാരം വായിക്കുന്നു. അതായത് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയിലാകുന്നു. മോഹം നിർബന്ധരിച്ച് എന്ത് ചെയ്യുന്നു? പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെ ഉയരത്തിൽ നിന്ന് വരുന്നു. വെളിച്ചങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്തുള്ള ആച്ഛാദനമില്ല. നാം അവൻ്റെ സൃഷ്ടികൾ ആദ്യഫലമാകിയാൽ അവൻ തൻ്റെ ഇഷ്ടം ഹേതുവാൽ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മോഹം എന്ത് ചെയ്യുന്നു? ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അതുകൊണ്ട് വെറുപ്പ് നമുക്ക് പാടില്ല, മോഹം പാടില്ല. ഇതൊക്കെയും നമ്മുടെ നാശത്തിലേക്കാണ് വഴിതെളിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, ബി കണ്ടൻറ്റ് വിത്ത് വാട്ട് യു ഹാവ്. ഇപ്പം നമുക്ക് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അതായത് പരീശന്മാരൊക്കെയും കർത്താവിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അവനോടുള്ളതായ വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഇടയായിത്തീർന്നത്. അത് മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് അവൻ ഗ്രഹിച്ചു. അതായത് പിലാത്തോസ് അവരോട് ബറാബാസിനെ വേണോ ക്രിസ്തുവിനെ വേണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന് പറയും. അതിപ്പോൾ അതിനെ അനുമാനിച്ച് പറയുന്നതാണ്. അവർ ആരാണ്? ഈ ഇസ്രായേൽ മക്കൾ. അവരെന്ത് ചെയ്യുന്നു? അസൂയ കൊണ്ടാണ് തന്നെ ഏൽപ്പിച്ചത്, അവനെ ഏൽപ്പിച്ചതെന്ന് ഗ്രഹിച്ചു. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി കാര്യം. റോമാക്കാരനാണ്, യഹൂദന്മാരെല്ലാം അവന് ദൈവത്തിൻ്റെ കൽപ്പനയെന്ന് അറിയത്തില്ല. പക്ഷേ അവരുടെ അസൂയയാണ് യേശുവിനെ അല്ലെങ്കിൽ അവനുള്ളതായ വെറുപ്പുണ്ടായതാണ് ഇതിന് കാരണം. ഇനി അവസാനമായിട്ട് ഉള്ള ഒരു പാപം എന്ന് പറയുന്നത് കളവ് എന്നാണ്. കളവെന്ന് പറയുന്നത് നമുക്കറിയാം, ടെല്ലിങ് ലൈ, പാപം, നമുക്ക് കളവായി പറയുക. അതും ദൈവത്തിൻ്റെ കൽപ്പനകളിലൊന്നാണ്. നമുക്കറിയാം ഈ കൽപ്പനാലംഘനം എന്താണ്? പാപമാണെന്ന് പറഞ്ഞു. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് കളവ് പരുത്. അതായത് നമ്മൾ ടെല്ലിങ് ലൈ, ഈ ഒരു പാട്ടുണ്ട്, പപ്പ ആ ഒരു എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. യെസ് പപ്പ, ടെല്ലിങ് ലൈ, നോ പപ്പ എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റ് പറയുമ്പോൾ അത് തെറ്റാണെന്നുള്ളത് ദൈവത്തിനല്ലേ നമുക്ക് മനസ്സിലാവും. അതായത് മറ്റുള്ളവരുടെ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യിക്കുവാൻ തക്കവണ്ണം എന്താണ് ചെയ്യുന്നത്? ആ കളവ് പറയുകയാണ്. അപ്പോൾ പുളിവാക്ക് പറയരുത്, അത് നല്ലതല്ല. അത് എന്താണ്? നമ്മെ ദോഷത്തിലേക്ക് വഴിതെളിക്കും. അതായത് എബ്രായ ലേഖനം 1:9 പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. എബ്രായ ലേഖനം 1:9 അവിടെ പ്രകാരം ഞാൻ വായിക്കുന്നു. 9: നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാലത്രേ നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരൻ പരമായി. അതായത് അങ്ങനെ നാം ചെയ്യുന്നു. അതായത് നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നിൻ്റെ ദൈവവും നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും പറയും. അപ്പോൾ ഇത് അതായത് നാം നമ്മുടെ കൂട്ടുകാരനെ എന്ത് ചെയ്യണം? വെറുക്കരുത്. അവന് കഴിയാവുന്നിടത്തോളം നന്മ ഏതെല്ലാം തരത്തിൽ ചെയ്യാമോ അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ കണിശമായിട്ടും എന്താണ് ഇവിടെ പറയുന്നത്? നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൽ നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് അതായത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങണം. അതുകൊണ്ട് ഈ പറയപ്പെട്ടതായത് ഗലാത്യലേഖനത്തിൽ പറയുന്നതായ എല്ലാ പാപത്തെക്കുറിച്ചും പറയുന്നത്, പക്ഷേ മാരകമായ ഈ പാപങ്ങളൊക്കെയും നമ്മിൽ നിന്ന് മാറ്റി വയ്ക്കണം. കർത്താവ് അതിനെ വെറുക്കുന്നു, കർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിന് ഇഷ്ടകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം
ചെയ്യുക. അതായത് ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നു, അണിഞ്ഞൊരുങ്ങി പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരായിട്ട് പോകുന്നു. മനസ്സുകൊണ്ട് എവിടെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. പക്ഷേ പോകുമ്പോൾ വളരെ ഭംഗിയായി മോടിയോടെ പോകുന്നു. പക്ഷേ അതേസമയം തന്നെ നാം നമ്മോടുകൂടെ ക്രിസ്തുവിനെ കൊണ്ടുപോകാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെയും പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മോടൊരു ചോദ്യമുണ്ട്, എന്താണ്? നിങ്ങളോടൊപ്പം യേശു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ സ്ഥലത്ത് എന്ന് ചിന്തിക്കുക. അത് നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലമായിരിക്കും അത്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പകരമായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായ കാര്യം, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേങ്കിൽ യേശുവോടൊപ്പം പോകാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതായത് എൻ്റെ കൂടെ യേശു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ആ വഴികൾ വിട്ട് മാറി നിൽക്കുക. ഏത് പാപ വഴികളാകുന്നു എന്ന് നമ്മുടെ ഉൾക്കൊണ്ട് നമുക്കറിയാം, അത് നമ്മുടെ മനസ്സുകൊണ്ടറിയാം. കാരണം ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നന്മ നമുക്ക് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലതേത് തീയതേത് അത് അറിഞ്ഞുകൊണ്ട് നന്മ ചെയ്യുക. നന്മ ചെയ്യുമ്പോൾ കണിശമായിട്ടും അതിന് നല്ല ഫലം ഉണ്ടാകുവാനൊക്കെ ഇടയായിത്തീരും. അതിനുവേണ്ടിയാണല്ലോ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അത് മനസ്സിലാകുമ്പോൾ കൂടുതലായിട്ട് നമ്മെ നല്ലതിലേക്ക് നയിക്കുവാനൊക്കെ ഇടയായിത്തീരും. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വരുമ്പോഴോ അവൻ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ളതായ ബോധം വരുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നയിക്കുമെന്നൊക്കെ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ ഹൃദയം കൊണ്ടും അതുപോലെ നമ്മുടെ ജീവിതം കൊണ്ടും ഒരുങ്ങണം. അതായത് പാപത്തിൻ്റെ ലംഘനം, കൽപ്പനാലംഘനം പാപമാണെന്ന് പറഞ്ഞു. ആ കൽപ്പനകളെ ലംഘിക്കുമ്പോൾ അതിന് മരണത്തിന് യോഗ്യരാക്കി തീർക്കുന്നു. ആയതുകൊണ്ട് കഷ്ടതയിലും പ്രയാസങ്ങളിലും കഴിയുന്ന ഈ ലോകത്ത് നാം പാപത്തിന് വശമതരായി തീരാതെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴി എന്താണ്? മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം പഠിക്കുക. ഇത് നമ്മൾ പഠിക്കുമ്പോൾ കണിശമായിട്ടും ഇത് നമ്മെ ദൈവരാജ്യത്തിന് ഓഹരിക്കാരാക്കി തീർക്കുന്നതൊക്കെ സാധിക്കും. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ താല്പര്യം എന്താണെന്ന് കൂടുതലും ഇങ്ങനെ ഈ തൂത്തുകൊണ്ടിരിക്കുന്ന, അതായത് മൊബൈലും കൊണ്ട് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ദൈവം ആഗ്രഹിക്കുന്ന വഴികളാണോ അല്ലെങ്കിൽ ഇഷ്ടകരമായ കാര്യമാണോ എന്ന് ചിന്തിക്കുക. ഒരിക്കലും ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നോ പറയുക, NO, അല്ലെങ്കിൽ ഇല്ല. അതായത് നമുക്കറിയാം യോസഫിൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പാപം ചെയ്യാവുന്നതൊക്കെ ആ സ്ത്രീ പ്രേരിപ്പിച്ചപ്പോൾ ഇല്ല, ഞാൻ എൻ്റെ ദൈവത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും പാപത്തിൽ നിന്ന് വിട്ടു നിൽപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാവുന്നു. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ നന്ദിയുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. പാപത്തെ മാറി നിൽക്കുന്നതിനും നോ പറയാണ്ടൊക്കെയുള്ളൊരു താല്പര്യം ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ കൃപയെങ്കിലും സൂക്ഷിക്കണമേ. അവിടുത്തെ ആത്മാവിൽ നയിക്കണമേ. എല്ലാം യേശു കൊടുത്ത താഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കൊടുക്കുമാറാകണമേ. ആമേൻ. ഒരു നല്ല ദിവസത്തെ നിങ്ങൾക്ക് നേരുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.